5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് വൈകിട്ട് 4-ന് പ്രഖ്യാപിക്കും. കേരളം, അസം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതിയാണ് പ്രഖ്യാപിക്കുക. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായിട്ടായിരിക്കുമെന്ന് സൂചന. രഞ്ജിത്ത് രാമചന്ദ്രനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവത്തിന് തുടക്കമാവുകയാണ്. പ്രഖ്യാപനം 4 മണിക്ക് പ്രതീക്ഷിക്കുകയാണ്. എന്തൊക്കെയാണ് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ? കാത്തിരുന്ന ആ പ്രഖ്യാപനത്തിന് ഇനി കേവലം മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ഉണ്ടാകുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. അതിനുശേഷമാണ് ഇന്ന് വൈകിട്ട് 4 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പും വന്നു കഴിഞ്ഞു. ഇന്ന് 4 മണിക്ക് ഡൽഹിയിൽ വെച്ചാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. അതിൽ ഈ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കേരളത്തിലും തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. ബംഗാളിലും ആസാമിലും 4ഓ 5ഓ ഘട്ടമായിരിക്കും തെരഞ്ഞെടുപ്പ്. ഇതിൽ ആസാമിൽ ഒരുപക്ഷെ 3 ഘട്ടമായും ബംഗാളിൽ 5 ഘട്ടമായും തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതകളാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ ബംഗാളിൽ 7 ഘട്ടമായിരുന്നു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത്. ഏതായാലും ഒരുക്കങ്ങളെല്ലാം മാസങ്ങൾക്ക് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിരുന്നു. ബംഗ്ലാദേശിലെ SIR പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു വൈകൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ബാക്കിയുണ്ടായിരുന്നത്. അത് ഇന്നോടുകൂടി പൂർത്തിയായ പശ്ചാത്തലത്തിൽ കൂടിയാണ് വൈകുന്നേരം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ തന്നെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. പിന്നീട് വളരെ സ്ട്രിക്റ്റായി തന്നെ ഒരു കാവൽ സർക്കാരായി അതാത് സംസ്ഥാനങ്ങളിലെ സർക്കാർ മാറുന്ന ഒരു പശ്ചാത്തലം കൂടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും നമുക്കറിയാം, രേണുക, മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് മുന്നണികൾ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ഇന്ന് വൈകുന്നേരം തന്നെ CPM-ന്റെ പ്രത്യേകിച്ച് LDF-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമെന്നാണ് വിവരം. നാളെയായിരിക്കും UDF-ന്റെ ആദ്യഘട്ട പട്ടിക. UDF-ൽ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആദ്യഘട്ട പട്ടിക നാളെ ആയിരിക്കും പുറത്തു വരിക. മറ്റന്നാൾ BJP-യുടെ ആദ്യഘട്ട പട്ടിക പുറത്തു വരുമെന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. അത്തരത്തിൽ കേരളം കാത്തിരുന്ന ഒരു തെരഞ്ഞെടുപ്പിന് അതിൻ്റെ പ്രഖ്യാപനത്തിന് അരങ്ങൊരുങ്ങുകയാണ്. മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ 15-നും 30-നും ഇടയ്ക്ക്, ഏപ്രിൽ 15-നും 30-നും ഇടയ്ക്ക് നമുക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടും വിഷുവുമായി ബന്ധപ്പെട്ടുമൊക്കെ ആശങ്കകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രാഷ്ട്രീയ പാർട്ടികൾ അതത് യോഗങ്ങളിൽ അറിയിച്ചിരുന്നു. അവരുടെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. അവിടെ അതനുസരിച്ചുള്ള തീരുമാനമായിരിക്കും കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുക. മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ 15-നും 25-നും ഇടയ്ക്കുള്ള ഒരു തീയതിയിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളതാണ്. ഇത് ഈ പറഞ്ഞ വിഷു കഴിഞ്ഞ് തൃശ്ശൂർ പൂരത്തിന് മുൻപുള്ള ഒരു ഡേറ്റിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. ഒരുപക്ഷെ മെയ് ആദ്യ വാരത്തോടു കൂടിയാകും വോട്ടെണ്ണൽ ഉണ്ടാവുക എന്ന സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ പറഞ്ഞ 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയായ ശേഷം മാത്രമാണ് വോട്ടെണ്ണലിലേക്ക് കമ്മീഷൻ കടക്കുക. അത്തരത്തിൽ വളരെ ഗൗരവതരമായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്ര സേനയുടെ അടക്കം വലിയ വിന്യാസം ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകും. നമുക്കറിയാം, ബംഗാളും ആസാമും ഒക്കെ വലിയ സുരക്ഷാ പ്രശ്നങ്ങളുള്ള സംസ്ഥാനങ്ങളാണ്. അവിടെയും തെരഞ്ഞെടുപ്പുള്ളപ്പോൾ കേന്ദ്രസേന ഡിപ്ലോയ്മെന്റ് അടക്കം അനുസരിച്ചാകും ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഇന്നലെ ബംഗാളിലെയും ആസാമിലെയും ഒക്കെ പരിപാടികൾ പൂർത്തിയാക്കിയാണ് മടങ്ങിയത്. അതിനു മുൻപ് കേരളവും തമിഴ്നാടും മറ്റും സന്ദർശിച്ചിരുന്നു. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തെരഞ്ഞെടുപ്പ് പര്യടനം ഇന്നലത്തോടുകൂടി പൂർത്തിയാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. അമിത്ഷായൊക്കെ പല സ്ഥലങ്ങളിൽ പര്യടനം നടത്തി മടങ്ങിയ പശ്ചാത്തലമൊക്കെയുണ്ട്. ഇത്തരത്തിൽ നിർണായകമായ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. തീർച്ചയായും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി രാഷ്ട്രീയ പാർട്ടികളും കാക്കുകയാണ്. എന്തായാലും നിർണായക പ്രഖ്യാപനം വൈകിട്ടാണ്. രഞ്ജിത്ത് സൂചിപ്പിക്കുന്നത് പോലെയാണെങ്കിൽ മെയ് ആദ്യ വാരം ഫലം വരുന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുക എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും 3ാം തവണയും അധികാരത്തിൽ വരാൻ അരയും തലയും മുറുക്കി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇടതുമുന്നണി. തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനത്തിന് പിന്നാലെ CPM-ഉം CPI-യും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ഇത്തവണ പതിവിലും വേഗത്തിലാണ് UDF ക്യാമ്പിൽ നടക്കുന്നത്. നാളെയോ മറ്റന്നാളോ തന്നെ UDF-ഉം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നതാണ് വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ നൽകിയ ആവേശം തെക്കും വടക്കും കൊടുങ്കാറ്റാക്കാനാണ് BJP-യുടെ നീക്കങ്ങൾ. ഔദ്യോഗിക പ്രഖ്യാപനം വന്നില്ലെങ്കിലും സീനിയർ നേതാക്കൾ BJP-ക്കായി മണ്ഡലങ്ങളിൽ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ VV അരുൺ, ഡാൻ കുര്യൻ, ഒപ്പം തന്നെ രഞ്ജിത്ത് എന്നിവർ ചേരുകയാണ്. ആദ്യം VV അരുണിലേക്ക്. അരുൺ, ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഒരു പടി മുന്നിലേക്ക് കടക്കാനാണോ ഇടതുപക്ഷം തയ്യാറെടുത്തിരിക്കുന്നത്? ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പ്രതീക്ഷിക്കാമോ?
മുൻകാലങ്ങളിലൊക്കെ ഇടതുമുന്നണി തന്നെയാണ് സംസ്ഥാനത്ത് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാവുക. പക്ഷേ കഴിഞ്ഞ കുറച്ച് ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF കോൺഗ്രസ് നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആദ്യം കളം പിടിക്കുന്ന ചരിത്രം രീതി നമ്മൾ കണ്ടതാണ്. അവിടെയൊക്കെ UDF മേൽക്കൈ ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഇടതുമുന്നണി ഒരു പടി കൂടി മുന്നിലേക്ക് പോവുകയാണ്. CPM-ന്റെ സ്ഥാനാർത്ഥികളെ 5 മണിയോടുകൂടി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി CPM അവകാശപ്പെടുന്നു. CPI-യുടെ സ്ഥാനാർത്ഥികളും 5 മണിയോടുകൂടി തന്നെ MV ഗോവിന്ദന്റെ വാർത്താസമ്മേളനം കഴിഞ്ഞാലുടൻ ബിനോയ് വിശ്വം MN സ്മാരകത്തിൽ വെച്ച് CPI സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. മറ്റ് ഘടകകക്ഷിയുടെ സ്ഥാനാർത്ഥികൾ ഇന്നും നാളെയുമായൊക്കെ പ്രഖ്യാപിക്കപ്പെടുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്ന. ചില സീറ്റുകളിൽ ഇപ്പോഴും ആശയക്കുഴപ്പങ്ങൾ ബാക്കിയാണ്, തർക്കങ്ങൾ ബാക്കിയാണ്. പക്ഷേ CPI 20 സീറ്റുകളുടെ സ്ഥാനാർത്ഥികളാണ് പ്രഖ്യാപിക്കുക. CPM 86 സീറ്റുകളിലാണ് മത്സരിക്കാൻ സാധ്യത. അതിൽ മുഴുവൻ സീറ്റുകളും ഇന്ന് പ്രഖ്യാപിക്കാനിടയില്ല. ചിലയിടങ്ങളിലൊക്കെ ഇപ്പോഴും സ്വതന്ത്രരെ തേടുകയാണ് CPM. അവിടെ മുഴുവൻ പേരെയും ഇന്ന് പ്രഖ്യാപിക്കാനിടയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരവും കൊല്ലവും പത്തനംതിട്ടയും ഒക്കെ CPM-ന് വലിയ സ്വാധീനമുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയ ജില്ലകളാണ്. ഇവിടെ ഇത്തവണയും അത് ആവർത്തിക്കാനാണ് CPM-ന്റെയും ഇടതുമുന്നണിയുടെ ലക്ഷ്യം. ഇന്ന് രാവിലെ തിരുവനന്തപുരത്തുള്ള പ്രധാന നേതാവ് V ശിവൻകുട്ടി പറഞ്ഞത് കഴിഞ്ഞ തവണ 13 സീറ്റാണ് 14-ൽ തിരുവനന്തപുരത്ത് ലഭിച്ചത്. ഇത്തവണ 14 സീറ്റും നേടിയെടുക്കും. തിരുവനന്തപുരം ജില്ല തൂത്തുവാരുമെന്നാണ് ശിവൻകുട്ടി CPM-ന്റെ സംസ്ഥാന സമിതി അംഗം വിദ്യാഭ്യാസ മന്ത്രി അവകാശപ്പെടുന്നത്. നേമത്ത് കഴിഞ്ഞ തവണ പൂട്ടിച്ച BJP-യുടെ അക്കൌണ്ട് ഇത്തവണ ഇരട്ട താഴിട്ട് പൂട്ടുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. തിരുവനന്തപുരത്ത് വർക്കലയിൽ V ജോയിയാണ് CPM-ന്റെ സ്ഥാനാർത്ഥി. ആറ്റിങ്ങൽ OS അംബിക, അതും സിറ്റിംഗ് MLA ആണ്. ചിറയൻകീഴ് പുതുമുഖം CPI-യുടെ സംസ്ഥാന കൌൺസിൽ അംഗം മനോജ് B ഇടമന എത്തും. നെടുമങ്ങാട് GRN മന്ത്രി 2ാം ടൈമും ജനവിധി തേടും. വാമനപുരത്ത് DK മുരളി 3ാം ടൈം CPM-ന്റെ സംസ്ഥാന സമിതി അംഗം മത്സരിക്കും. കഴക്കൂട്ടത്ത് സംസ്ഥാന സമിതി അംഗവും മുൻ മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രൻ 4 മണിക്ക് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിക്കുന്നുണ്ട്. വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് അദ്ദേഹം ഒരു ഉപതെരഞ്ഞെടുപ്പിലും പിന്നീട് പൊതുതെരഞ്ഞെടുപ്പിലും ജയിച്ചു. ഇത്തവണ വീണ്ടും മത്സരിക്കുന്നു. 5 മണിയോടുകൂടി MV ഗോവിന്ദനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് VK പ്രശാന്ത് റോഡ് ഷോയായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങുകയാണ്. നേമത്ത് ശിവൻകുട്ടി, അരുവിക്കര G സ്റ്റീഫൻ, പാറശാല CK ഹരീന്ദ്രൻ, കാട്ടാക്കട IB സതീഷ്. കോവളത്തിന്റെ കാര്യത്തിലും തിരുവനന്തപുരത്തിന്റെ കാര്യത്തിലും ഇനിയും തീരുമാനമാകാനിരിക്കുന്നു. നെയ്യാറ്റിൻകര ആൻസർ ഇതാണ്. തിരുവനന്തപുരം ജില്ലയിൽ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക, CPI-യുടെ സ്ഥാനാർത്ഥി പട്ടിക. കോൺഗ്രസ് ഇത്തവണ ഇതിൽ 5 സീറ്റെങ്കിലും പിടിച്ചെടുക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തോടെയാണ് തിരുവനന്തപുരത്ത് പോരിനിറങ്ങുന്നത്. 5 സീറ്റെങ്കിലും ഇത്തവണ ഒപ്പം വരും. 1 എന്നത് 5ലേക്ക് മാറുമ്പോൾ തന്നെ അത് വലിയ നേട്ടമായി മാറും. സാധാരണ തിരുവനന്തപുരം പിടിക്കുന്നവർക്കൊപ്പമാണ് ഭരണം നിൽക്കുക. കുറഞ്ഞത് 5 സീറ്റെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. BJP ഏറ്റവും അധികം പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളും തിരുവനന്തപുരത്താണ്. നേരത്തെ 2016 O രാജഗോപാൽ ജയിച്ച നേമത്തിന് പുറമെ V മുരളീധരൻ മത്സരിക്കുന്ന കഴക്കൂട്ടം, രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ നേമത്ത് അതിശക്തമായി തന്നെ പ്രചരണ രംഗത്ത് ഉണ്ട്. തിരുവനന്തപുരം സെൻട്രൽ, വട്ടിയൂർക്കാവ് അടക്കമുള്ള മണ്ഡലങ്ങൾ BJP വലിയ പ്രതീക്ഷയിലാണ്, ശുഭപ്രതീക്ഷയോടെ മത്സരിക്കാൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ 3 മുന്നണികൾക്കും വലിയ പ്രതീക്ഷയുള്ള ജില്ലയായി തിരുവനന്തപുരം മാറുന്നു. കൊല്ലത്ത് 11 സീറ്റിൽ CPM 5, CPI 4, കേരള കോൺഗ്രസ് B 1, RSP ലെനിനിസ്റ്റ് 1 എന്നുള്ളതാണ് നിലവിലെ ഘടന. അവിടെ ഇത്തവണയും പത്രാപുരത്ത് KV ഗണേഷ് കുമാർ കേരള കോൺഗ്രസ് B നേതാവ് മത്സരിക്കും. കൊട്ടാരക്കരയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം CPM-ന്റെ ധനമന്ത്രി KN ബാലഗോപാലാണ്. ചടയമംഗലത്ത് ചിഞ്ചുറാണി മന്ത്രി ഒരു തവണ കൂടി ജനവിധി തേടും. കുന്നത്തൂരിൽ RSP ലെനിനിസ്റ്റിന്റെ കോവൂർ കുഞ്ഞുമോൻ വീണ്ടും മത്സരിക്കും. കരുനാഗപ്പള്ളിയിൽ CR മഹേഷിനെ നേരിടാൻ CPI രംഗത്തിറക്കുന്ന MS താരയാണ്. ചവറയിൽ സുജിത് വിജയൻപിള്ള 2ാം ടൈമിലും മത്സരിക്കും. കുണ്ടറയിൽ ജില്ലാ സെക്രട്ടറി SS സജികുമാറാണ് വിശ്വനാഥിനെ പരാജയപ്പെടുത്താൻ ആ സീറ്റ് തിരിച്ചുപിടിക്കാനായി CPM കണ്ടുവച്ചിരിക്കുന്നത്. കൊല്ലത്ത് ആക്ടിംഗ് സെക്രട്ടറി കൂടിയായ S ജയമോഹൻ CPM-ന് വേണ്ടി മത്സരിക്കും. M മുകേഷിന് പകരം CPM കണ്ടെത്തിയത് ജയമോഹനെയാണ്. എരിവുപുരത്ത് M നൌഷാദ് വീണ്ടും മത്സരിക്കും. ചാത്തന്നൂരിൽ R രാജേന്ദ്രനും പുനലൂരിൽ അജയ് പ്രസാദും CPIക്കും രംഗത്തിറങ്ങും. പത്തനംതിട്ടയും CPM-ന് വലിയ മേൽക്കൈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിക്കൊടുത്ത മണ്ഡലമാണ്. അവിടെ ആറന്മുള ജില്ലയാണ്. ആറന്മുള വീണ ജോർജ് വീണ്ടും മത്സരിക്കും. മന്ത്രിയാണ്. കോന്നിയിൽ KU ജനീഷ് കുമാർ, അവിടെ ഒരുപക്ഷെ അടൂർ പ്രകാശ് വന്നേക്കാം. അടൂരിൽ പ്രിജി ശശിധരൻ, പ്രിജി കണ്ണൻ എന്ന യുവ നേതാവിനെ, വനിതാ നേതാവിനെ ഇറക്കുന്നു CPI. തിരുവല്ലയിൽ മാത്യു തോമസ് തന്നെ ISJDക്ക് വേണ്ടി വീണ്ടും മത്സരിക്കും. പത്തനംതിട്ട ഇത്തവണ തങ്ങൾക്കൊപ്പം നിൽക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വലിയ വിജയത്തിന്റെ പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. അവിടെ UDF. പത്തനംതിട്ട റാന്നിയിൽ പ്രമോദ് നാരായണൻ വീണ്ടും മത്സരിക്കുന്നുണ്ട്. ഏതായാലും ആറന്മുളയിൽ അബിൻ വർക്കി എന്ന പേര് കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ UDF അവിടെ വലിയ പ്രതീക്ഷയോടുകൂടി മത്സരരംഗത്തിറങ്ങും. ആറന്മുളയിൽ BJP വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. തിരുവല്ലയിൽ BJP അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് മത്സരരംഗത്തേക്ക് ഇറക്കുന്നത്. അവിടെയും ഇത്തവണ അത്ഭുതങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ 3 മുന്നണികൾക്കും പത്തനംതിട്ടയിലും വലിയ പ്രതീക്ഷയുണ്ട്. പത്തനംതിട്ട അയ്യപ്പന്റെ നാടുകൂടിയാണ്. ആ ഒരു രാഷ്ട്രീയം കൂടി അവിടെ ചർച്ച ചെയ്യപ്പെടുമെന്ന പ്രതീക്ഷയാണ് മൊത്തത്തിൽ മുന്നണികളുള്ളത്. അങ്ങനെ 3 ജില്ലകളിലും വലിയ പ്രതീക്ഷ. തെക്കൻ ജില്ലകൾ ഒപ്പം നിർത്താൻ തന്നെയാണ് CPM-ന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. ഇടതുകൊണ്ട് പ്രതീക്ഷ തെക്കൻ ജില്ലകളിൽ വലിയ മുന്നേറ്റം കഴിഞ്ഞ പോലെ ഉണ്ടാക്കിയാൽ തുടർഭരണത്തിൽ തുടർച്ചയെന്ന
അപൂർവതയിലേക്ക്, മൂന്നാം ടൈമിലേക്കും പിണറായി 3.0 എത്താനാകുമെന്ന പ്രതീക്ഷ ഇടതുമുന്നണി വയ്ക്കുമ്പോൾ അതിനെ മറികടക്കാനുള്ള സർവ്വസന്നാഹങ്ങളും എടുത്ത് UDF-ഉം BJP-യും വലിയ പ്രതീക്ഷകളുമായി തെക്കൻ ജില്ലകളിൽ തീർച്ചയായും എന്തായാലും ഹാട്രിക് തികയ്ക്കാനാണ് ഇടതുമുന്നണിയുടെ ശ്രമം. അതിന്റെ മേൽക്കൈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ തുടങ്ങാൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടായാൽ 1 മണിക്കൂറിനകം സ്ഥാനാർത്ഥികൾ എന്ന നിലയിലേക്ക് വാർത്താ സമ്മേളനം കൂടി നിശ്ചയിച്ചിരിക്കുകയാണ്. മിക്കയിടങ്ങളിലും സിറ്റിംഗ് MLA-മാരെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ശ്രമം കൂടിയാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അരുൺ തുടരുക. നമുക്കൊപ്പം ഇപ്പോൾ ഡാൻ കുര്യൻ കൂടി ചേരുകയാണ്. ഡാൻ, ലീഗുമായി സീറ്റ് വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ചില പ്രശ്നങ്ങൾ UDF-നെ സംബന്ധിച്ച് നിലനിന്നിരുന്നു. ഏറ്റവും ഒടുവിൽ നടന്ന ചർച്ചകളിൽ അതുകൂടി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് വലിയ മുൻതൂക്കം നൽകി എന്നൊരു വിലയിരുത്തൽ UDF-നുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. എപ്പോഴെന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്? ചില തർക്കങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് ഒഴിച്ചു നിർത്തിയാൽ മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിൽ കൃത്യമായ ആസൂത്രണത്തോടെ തന്നെയാണ് കോൺഗ്രസ് UDF ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനായി സജ്ജമായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ, അതായത് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ 31 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. 20 സിറ്റിംഗ് MLA-മാർക്ക് പുറമെ 11 മറ്റ് തർക്കങ്ങളില്ലാതെ ഒരു പേരിലേക്ക് എത്തിയ സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലാണ് ഇതിനോടകം ധാരണയിൽ എത്തിയിരിക്കുന്നത്. നാളെ കഴിഞ്ഞ് ഡൽഹിയിൽ അന്തിമമായ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരും. അന്ന് ഈ കാര്യത്തിൽ, അതായത് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട മുഴുവൻ തർക്കങ്ങളും പരിഹരിച്ചുകൊണ്ട് 40 മുതൽ 45 പേരുടെ വരെ പട്ടിക ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാനാണ് സാധ്യത. പക്ഷേ ഇപ്പോൾ പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ചില മണ്ഡലങ്ങളിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുകയാണ്. അവിടെയാണ് പ്രത്യേകിച്ച് സംസ്ഥാന രാഷ്ട്രീയം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന നേമം മണ്ഡലത്തിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന കാര്യത്തിൽ അടക്കം ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചില സാമുദായിക സമവാക്യങ്ങൾ കൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഇവിടെ സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കുകയുള്ളൂ എന്നാണ് സൂചന. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുൻ KPCC അധ്യക്ഷൻ K. സുധാകരനെ അനുനയിപ്പിക്കാനുള്ള അവസാനവട്ട ചർച്ചകൾ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രചരണ സമിതിയുടെ അധ്യക്ഷൻ കൂടിയായ രമേശ് ചെന്നിത്തല K. സുധാകരനെ രാവിലെ ഫോണിൽ വിളിച്ചുകൊണ്ട് നാളെ ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഡൽഹിയിലേക്ക് എത്താനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് വെച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിയുമായും കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായും നാളെ K. സുധാകരൻ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെയെങ്കിൽ കണ്ണൂർ സീറ്റിന് വേണ്ടി അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന അവകാശവാദം, അതിൽ ഏത് തരത്തിലാകും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഒരു തീരുമാനം എടുക്കുക എന്നത് വളരെ ആകാംക്ഷ ഉണർത്തുന്ന കാര്യമാണ്. സുധാകരന് മാത്രമായി ഒരു ഒഴിവ് നൽകിയാൽ അടൂർ പ്രകാശും സമാനമായ തരത്തിൽ സാമുദായിക സമവാക്യങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവകാശവാദവുമായി ഉന്നയിച്ച് രംഗത്തെത്തുന്ന സാഹചര്യം വരും. അങ്ങനെ വന്നാൽ 2 MP-മാർക്കെങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒഴിവ് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ, ഇളവ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നതാണ് കോൺഗ്രസ് രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. അതുണ്ടായില്ല എങ്കിൽ ചില പൊട്ടിത്തെറികൾക്ക് സാധ്യത ഉണ്ട് എന്ന സൂചന മുതിർന്ന നേതാക്കൾ തന്നെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവര് എത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതിനിടയിലാണ് നേമത്ത് പറഞ്ഞു കേട്ടിരുന്ന KS ശബരിനാഥനെ അരുവിക്കരയിലേക്ക് പേര് മാറ്റാനുള്ള ചില ചർച്ചകൾ വന്നത്. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ അടക്കം അത്തരത്തിൽ ചില സൂചനകൾ KS ശബരിനാഥന് നൽകിയതായിട്ടുള്ള വിവരങ്ങളുണ്ട്. അങ്ങനെ ശബരിനാഥനെ അരുവിക്കരയിൽ വീണ്ടും മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ ഒരു വിഭാഗം പ്രാദേശികമായ നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. KPCC ആസ്ഥാനത്തിന് മുമ്പിലും DCC ആസ്ഥാനത്തിന് മുമ്പിലുമൊക്കെ രാവിലെ ചില പോസ്റ്ററുകൾ ശബരിനാഥനെതിരെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് രാവിലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ അവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന്റെ ചിത്രങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ പ്രചരിപ്പിക്കുന്നുമുണ്ട്. അത് ശബരിനാഥനെതിരെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഒരു വിഭാഗം നടത്തുന്ന നീക്കമായിട്ടാണ് ശബരിനാഥനെ അനുകൂലിക്കുന്ന വിഭാഗം നോക്കിക്കാണുന്നത്. സമാനമായ തരത്തിൽ നെടുമങ്ങാട് ഇടത് പാളയത്തിൽ നിന്ന് കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിയ മീനാങ്കൽ കുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രാദേശിക നേതൃത്വം AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് രേഖാമൂലം ഒരു പരാതി നൽകിയിരിക്കുകയാണ്. മണ്ഡലത്തിൽ നിന്ന് തന്നെ ഉള്ളതോ അതല്ല എങ്കിൽ കോൺഗ്രസുമായി വ്യക്തിബന്ധമുള്ളതോ ആയ കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു യുവ നേതാവിനെ ഇവിടെ പരിഗണിക്കണമെന്ന ആവശ്യമാണ് അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന പരിഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്ന, എന്നാൽ ഇപ്പോൾ അവസാന റൗണ്ടിൽ പുറത്താക്കപ്പെട്ട BRM ഷഫീറ, അതോടൊപ്പം സുധീർ ഷാ പാലോട്, സെയ്ദ് അലി കൈപ്പാടി തുടങ്ങിയ യുവ നേതാക്കളുടെ പേരുകളാണ് ചർച്ചകളിൽ സജീവമായിരിക്കുന്നത്. ഇതിൽ ദീപദാസ് മുൻഷി എടുക്കുന്ന നിലപാട് നിർണായകമാകും. നെടുമങ്ങാട് അടക്കം പ്രാദേശികമായി നിലനിൽക്കുന്ന തർക്കങ്ങളുടെ കാര്യം സ്ക്രീനിംഗ് കമ്മിറ്റിയെ അറിയിക്കാനുള്ള നീക്കമാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും
AICCയുടെ കേരളത്തിലെ ചുമതല സെക്രട്ടറി കൂടിയായ ദീപാദാസ് മുൻഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപെങ്ങുമില്ലാത്ത തരത്തിൽ വലിയ ആത്മവിശ്വാസത്തോടെ കോൺഗ്രസ് സജ്ജമായിരിക്കുന്നു എന്ന് വേണം പറയാൻ. ചൊവ്വാഴ്ച തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കം പൂർത്തിയാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി കളത്തിലിറങ്ങാനുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ സജീവമായിരിക്കുന്നത്. ശരി, എന്തായാലും മുൻപുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളോ നീണ്ടുപോകലോ ഉണ്ടാകില്ല. ചൊവ്വാഴ്ച തന്നെ UDF സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും അറിയാൻ കഴിയും എന്നതാണ് ഡാൻ കുര്യൻ സൂചിപ്പിക്കുന്നത്. രഞ്ജിത്ത് രാമേന്ദ്രനിലേക്ക് കൂടി പോകുന്നു. രഞ്ജിത്ത്, BJP നേതാക്കൾ, പ്രമുഖ നേതാക്കൾ നേരത്തെ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ പോലും ചുവരെഴുത്തും പ്രചരണവും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞ സാഹചര്യം പല മണ്ഡലത്തിലുമുണ്ട്. എങ്കിൽ പോലും ഔദ്യോഗിക പ്രഖ്യാപനം എപ്പോഴേക്കാണ് പ്രതീക്ഷിക്കുന്നത് BJPയുടെ ഭാഗത്തു നിന്ന്? അവിടെ BJP ക്യാമ്പിൽ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? മുന്നണിയിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അത് BDJS-ഉമായി ബന്ധപ്പെട്ടും ഒപ്പം 2020യുമായി ബന്ധപ്പെട്ട് എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു. ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു? രേണുക, ഏതായാലും രണ്ട് മുന്നണികൾ തമ്മിലുള്ള, അതായത് LDF-ഉം UDF-ഉം തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ കേരളം കണ്ടിരുന്നതെങ്കിൽ ഇത്തവണ മൂന്ന് മുന്നണികൾ, ഒരു ത്രികോണ പോരാട്ടം ഏതാണ്ട് ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ഉണ്ടാകുന്നുണ്ട് എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ കൃത്യമായി തന്നെ ലഭ്യമാകുന്നത്. ഇതിൽ നമുക്കറിയാം BJPയുടെ പ്രധാനപ്പെട്ട 4 മണ്ഡലങ്ങളിൽ നേമത്ത്, വട്ടിയൂർക്കാവില്, ഒപ്പം കഴക്കൂട്ടം, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അന്തിമ തീരുമാനമായി കഴിഞ്ഞു. അത് പാലക്കാട് ശോഭാ സുരേന്ദ്രനും, വട്ടിയൂർക്കാവിൽ ശ്രീലേഖയും, നേമത്ത് രാജു ചന്ദ്രശേഖറും, ഒപ്പം കഴക്കൂട്ടത്ത് V മുരളീധരനും നേരത്തെ തന്നെ കാലേക്കൂട്ടി ഇതുമായി ബന്ധപ്പെട്ട പ്രചരണവും അവരുടെ പരോക്ഷമായ രീതിയിലുള്ള ആളുകളെ കാണുന്നതിലും അത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. അത് ഏതാണ്ട് ഉറപ്പാണ്. മറ്റ് 50 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നാളെ ചൊവ്വാഴ്ചയോടെ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നിപ്പോൾ അല്പം മുമ്പ് നമ്മൾ BJP നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് LDF-ഉം UDF-ഉം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് പാർട്ടി എത്തും എന്ന നിലയിൽ തന്നെയാണ്. നേരത്തെ രേണുക പറഞ്ഞതുപോലെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് ഘടകകക്ഷികളുമായി ചേർന്നുള്ള പ്രശ്നങ്ങളാണ്. ഉദാഹരണത്തിന് തൃപ്പൂണിത്തുറ BJP വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു മണ്ഡലമാണ്. അവിടെ നേരത്തെ 2020 മത്സരിക്കും എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. സാബു M. ജേക്കബിനെ അവിടെ മത്സരിപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിച്ച പശ്ചാത്തലം അവിടെയുണ്ട്. പക്ഷേ അഖിൽ മാരാർക്കാണ് അവിടെ 2020 മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥി എന്ന് അറിയുന്നു. അത് തർക്കമായി തുടരുന്നുണ്ട്. ഒപ്പം അരൂരിലോ അല്ലെങ്കിൽ കായംകുളത്തോ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണം എന്ന ആവശ്യം BJP ഉന്നയിച്ചിട്ടുണ്ട്. അതിനും ഒരു തീരുമാനമായിട്ടില്ല. കോവളം സീറ്റ് സംബന്ധിച്ച് കാമരാജ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഘടകകക്ഷികളുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം 30ഓളം A ക്ലാസ് മണ്ഡലങ്ങൾ BJP കേരളത്തിൽ തങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അവിടെ നല്ല പോരാട്ടം നടത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു മണ്ഡലം വിട്ടുപോയി, അത് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രൻ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ ക്യാമ്പ് ചെയ്ത് സുരേന്ദ്രന്റെ പ്രവർത്തനം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.